പ്രേമൻ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വാക്കുകൾ മാത്രമല്ല, പ്രവൃത്തിയും സൂക്ഷിച്ചു ചെയ്യേണ്ടതാണ്. എന്റെ പ്രവൃത്തിയിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അറിയാം അറിയാം. സുന്ദരനായ ഡോക്ടർ അയാളുടെ ആരാധികയെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും തുടർന്നുള്ള റൊമാൻസും ഒക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മതി, നിർത്ത്. കൊള്ളേണ്ട അടുത്ത് കൊണ്ടപ്പോ കോപം വരുന്നുണ്ടല്ലേ? കൊള്ളാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ഒന്നും ചെയ്യാത്തൊരു കൊച്ചു തമ്പുരാട്ടി. അത്യാവശ്യം വന്നപ്പോ സ്വന്തം ഭർത്താവിനെ മറന്ന് എന്നെ കൊണ്ട് മാനേജ് ചെയ്യിപ്പിച്ചവളല്ലേടി നീ. ഇനി ആരെ കൊണ്ടൊക്കെ മാനേജ് ചെയ്യിപ്പിക്കണ്ടെന്ന് ആർക്കറിയാം? ഒച്ച വെച്ച ആളെ കൊട്ടല്ലേ, ആരെങ്കിലും അറിഞ്ഞ മോശമല്ലേ. ഇപ്പൊ ഞാൻ വന്നതേ ഒരവകാശം ചോദിക്കാനാ. കഴുത്തി താലി കെട്ടിയില്ലെങ്കിലും ഒരർത്ഥത്തിൽ ഞാനും നിന്റെ ഭർത്താവാണല്ലോ. ഒന്നുമില്ലെങ്കിലും കുറച്ചു നാളത്തെ ദൈർഘ്യമുള്ള ദാമ്പത്യമല്ലേ നമ്മുടേത്. ദാമ്പത്യത്തിന്റെ പൂർണ്ണ അർത്ഥം വന്നെത്തുന്നത് അതിന്റെ ബന്ധവും കൂടി പൂർത്തിയാകുമ്പോഴാണല്ലോ. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല, ചക്കരക്കുടത്ത് കൈയിട്ട് നിൽക്കാൻ ഡോക്ടർക്ക് മാത്രമല്ല ഇഷ്ടം, ഈ പുതിയ ഭർത്താവിനുണ്ടേ. എന്താ ഇത്? ഇതൊക്കെ തന്റെ ഉള്ള ആമ്പിള്ളേര് കണ്ടു പഴകിയ സ്റ്റൈലാടി. മോളുടെ കയ്യിൽ പുതിയതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. തീർന്നിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. നിന്റെ ബോഡി ടച്ചിങ് കുറച്ച് നിന്റെ സ്റ്റുഡിയോയും കോപ്പും ഒക്കെ കൂടെ ഞാൻ വാരിട്ട് കത്തിക്കും. പുല്ലേ എന്താ പൂക്കുട്ടാ? എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടാ. കടപ്രഥമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവൻ അതാണോ കാര്യം? അപ്പുക്കുട്ട, മട്ടും പാവവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു തന്റെ ഭാര്യ ഒരു പാവമായിരിക്കും. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ കൂടെ പോകുന്നു. പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ ഉണ്ട്.